ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഗായ്സ്. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയുള്ളത്, ഇന്നൊന്ന് സൂക്ഷിച്ച് നോക്കിയേ, ഒരു 10 സെക്കൻഡ് നോക്കിയേ. എന്തായാലും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു കാണാൻ. ഒരു വ്യത്യസ്ത ലുക്ക് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തിയുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ചേട്ടാ ചേട്ടാ ഓർമ്മ ചേട്ടാ, നല്ല പ്രശ്നമുണ്ടോ? ഇല്ലല്ലേ, ഇപ്പൊ ഒന്നും മനസ്സിലാവില്ലല്ലോ. എന്നാ കാണിച്ചുതരാം. എല്ലാരും ഇത് ഗസ് അടിക്കുക. ഞാനിപ്പോ എന്താ ചെയ്തതെന്നുള്ളേ ഗസ് അടിക്കുക കാണിച്ചേ. ഗൈസ്, ജനിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഞാൻ മൊട്ടടിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. എന്താ സുഖം. ഗൈസ്, വിട്ട് മാറാത്ത ജലദോഷം, തലവേദന. അതിലൂടെ ഞാൻ വേഗം പോയിട്ട് മൊട്ടടിച്ച് ഇപ്പോൾ നല്ല സമയം. ഫസ്റ്റ് ഞാൻ എപ്പോഴും അടിക്കുന്നത് നല്ല ക്രോപ്പ് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പോൾ ആ ബാർബർ ചെങ്ങായി, എന്തിനാ ക്രോപ്പ് ചെയ്യണത്, അത് ഒരാഴ്ചയിൽ മുടി വരില്ലേ, പോയി മൊട്ടടിച്ചോ. അത് അങ്ങനെ മൊട്ടടിപ്പിച്ച് ഗൈസ് ആ ചെങ്ങായിനെ കൊണ്ട്. അപ്പം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നോക്കൂ ഗൈസ്, വാവ്. ഇപ്പം ഇതിനെ കണ്ടൊരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ട് അല്ലേ? ഈ മറ്റേ നമ്മളെ ഈ കോട്ടൊക്കെ ഇട്ട് ആൾക്കാരെ നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ലുക്ക് വന്നിട്ടില്ലേ ഗൈസ്? ആ മോട്ടിവേഷണൽ ലുക്ക്, ശുഭദിനം. അപ്പോൾ എന്തായാലും ഗൈസ്, ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഈ മുട്ട കാണിച്ചിട്ട് എല്ലാവരും ഞാൻ ഞെട്ടിക്കാൻ വേണ്ടി പോകണം. അതായത് ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ വീട്ടിലപ്പോൾ ഉള്ളത്. ഹിബ ആണെങ്കിൽ ഇവിടെ അല്ല, ഹിബൻ്റെ വീട്ടിലല്ല. അപ്പോൾ ഇവിടെ ഇപ്പം മമ്മി മാത്രമേ ഉള്ളൂ. നമുക്ക് മമ്മീനെ പോയിട്ട് എന്താക്കാം, റിയാക്ഷൻ എടുക്കാം. മമ്മീൻ്റെ റിയാക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കി വെക്കാം. കുറേ ആയില്ലേ മമ്മീനെ കാണിച്ചു തന്നിട്ട്. കാണിച്ചു തരാം. കുത്തത് മമ്മീൻ്റെ അടുത്തേക്ക് പോവാം. This is our Rio Kuta, Rio baby. ആവാണ് ഗൈസ്, കുറച്ച് കാലമായിട്ട് പൊറ്റക്കാണ്. നമ്മളാണെങ്കിൽ അവിടെ ഇവിടെ ഉണ്ടാവില്ലൊന്നുമില്ലല്ലോ. ഗൈസ്, വീടൊക്കെ നോക്കൂ. കുറെ കാലമല്ല എല്ലാവരും ഇവിടെയൊക്കെ കണ്ടിട്ട്. കാണിച്ചു തരാം. തട്ടട് ഗൈസ്, മമ്മീനെ തട്ടടാൻ പറഞ്ഞിട്ടുണ്ട്. ഇട്ടയ്യോ? തട്ടാളുടെ വീഡിയോ എടുത്താലും മമ്മിക്ക് ദേഷ്യം വിളിക്കും. അതിനെ കൊണ്ടാണ് ഞാൻ മുട്ടി. എന്താ നിങ്ങളെ കല്യാണത്തിന് തക്കാരത്തിനോടാ നിൽക്കുക? അമ്മായി തക്കാരത്തിന് ചെറിയ സാധനം കാണിച്ചു തരാനാണ്. ഇതെന്താ ഡ്രസ്സൊക്കെ മാറ്റുന്നത്? അതെന്തത്? ഇങ്ങോട്ട് വാ, വരി സാധനം കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ. ഇതൊക്കെ എങ്ങനെയുണ്ട്? ഡ്രിമ്മോ? എന്റെ ഡ്രിമ്മ് കൊച്ചു കള്ളി. എങ്ങനെയുണ്ട്? ഞാൻ ജനിച്ചപ്പോ എത്ര പ്രാവശ്യം മൊട്ടടിച്ചു? പിന്നെ മൊട്ടടിച്ചില്ലല്ലോ. പിന്നെ മൊട്ടടിച്ചില്ല ഞാന്. അത് ക്രോപ്പല്ലേ? ഇത് ഫുള്ള് ഷെയ്വാ, മൊത്തം ഷെയ്വ് ചെയ്താ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇഷ്ടായോ? നിങ്ങൾക്കൊക്കെ അല്ലേ പണ്ട് മുടി ഇങ്ങനെ പറ്റിച്ച് വരുമ്പോ എന്തൊരു രസം, നല്ല ഈമാനുള്ള മോന്ത പറ്റിച്ച് വരുമ്പോ. ഇപ്പൊ ഫുള്ള് പറ്റിച്ചില്ലേ? ഇപ്പൊ സമാധാനായല്ലോ. ഹിബൊന്നും കണ്ടില്ല. ഓളോട് പറയരുതേ, ഹിബനോടും ആരോടും പറയണ്ട കേട്ടോ. ഓക്കെ, ഞാൻ അടുത്ത ആള് വരുമ്പോ നമുക്ക് പറ്റിക്കാവുന്നതാണ്. ചോറ് വല്ലതൊക്കെ ഉണ്ടോ ഇവിടെ? കൊറേ ആയി അടിക്കണമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ നോക്ക്, ഇങ്ങനെ അടിച്ചോ. അടിപൊളിയല്ലേ? എന്താ അടിക്കണോ ഒന്ന് മുട്ട? ഇപ്പൊ ട്രെൻഡിങ് ആ മുട്ടൊക്കെ. വേണമെങ്കിൽ മമ്മി ഒന്ന് അടിക്കട്ടെ മുട്ട. അല്ല, തിന്നാണ്ടോ ഗൈസ്? ഇവിടെ ഞാനും മമ്മി മാത്രമേ ഉള്ളൂ. ബംഗു അങ്ങോട്ട് പോയിക്കുന്നു, സ്കൂളിലേക്കോട്ടെ പോയതാണ് മാർക്ക് ലിസ്റ്റ് വാങ്ങാൻ അല്ലേ. ഓക്കെ, നമുക്ക് എന്തായാലും വല്ലതും കഴിക്കാം, അതാണ് നല്ലത്. അത് കഴിഞ്ഞിട്ട് ഗൈസ്, നാളെ ഞാൻ ഹിബനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ ഹിബന്റെയും നമ്മളെ യാരിന്റെ റിയാക്ഷനും കൂടി ഞാൻ കാണിച്ചു തരണം കേട്ടോ. ഓക്കെ, റിയോന്റെ റിയാക്ഷൻ നോക്കാം. ഓക്കെ, റിയോ മൊട്ടടിച്ചിട്ട് എന്താ റിയാക്ഷൻ നോക്കാം. സൂക്ഷിച്ചു നോക്കടാ. നീ ആനാ ഉള്ളിൽ കയറി പോയല്ലോ, നീ ആനാടാ.
ഗൈസ് നല്ല സാമ്പാറും നല്ല ചെമ്മീനും പപ്പടം. വാവ് ഗൈസ്, ഏത് ഗുജറാത്തിലും എവിടെ പോയാലും വീട്ടിൽ വന്നിട്ട് നല്ല മമ്മീൻ്റെ കൈയോട് തിന്നണ ചോറിൻ്റെ അത്ര എത്തൂല. ആ ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടൂല. ഇനിയിപ്പോൾ ടേസ്റ്റ് കിട്ടിയാൽ തന്നെ വയറുവേദന ആവും അടുത്ത ദിവസം. ഇവിടെ നിന്ന് നമുക്ക് വയറുവേദന ആവില്ല വീട്ടിൽ നിന്ന്. ഇപ്പൊ വയസ്സ് കൂടുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവുക. ഓക്കെ ഗൈസ്, അടുത്തതായിട്ട് ബംഗു സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ബംഗുവിനെ പോയിട്ട് റിയാക്ഷൻ കൊടുത്ത് നോക്കാം. ബംഗുവിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഒരു അൻവർ സ്റ്റൈലായിട്ട് പോണേ. ഓക്കെ, എങ്ങനെയായിട്ട്? അടിപൊളിയായില്ലേ? എന്താടാ മാർക്ക് ലിസ്റ്റാ ഗൈസ്? ബംഗുവിൻ്റെ മാർക്ക് ലിസ്റ്റ്. എന്താ ഇവിടെ ഒരു മിന്നുന്നത് ലൈറ്റ്? ലൈറ്റ് ആയിട്ടാ? എന്താണ് നോക്കണേ? അവിടെ കാണിച്ചോടെ ഗൈസ്, ബംഗുവിൻ്റെ മാർക്ക് ലിസ്റ്റ് കാണാം നമുക്ക്. ഏതാ? ഇംഗ്ലീഷിലെ A+, ഹിന്ദിയിലെ A+, ഫിസിക്സിലെ A+, കെമിസ്ട്രിയിലെ A ഉള്ളു, കമ്പ്യൂട്ടർ സയൻസ് A+, മാത്തമാറ്റിക്സ് A ഉള്ളു. ഓ ഓ ഓ ഓ, ചെക്കനൊരു പൊളി തന്നെ. എന്താണ് എങ്ങനെയുണ്ട്? എന്താടാ അടിപൊളിയായില്ല? എങ്ങനെയുണ്ട്? ഒരു കോട്ട് ഇട്ടിട്ട് ഞാൻ മോട്ടിവേഷൻ ഇറങ്ങാൻ പോവാ. അത് പൊളിക്കില്ലേ? എന്താ പോലെ ഡോപ്പാക്കിട്ട് പോയാ മതി. എന്താ പ്രശ്നം? ഓ ഗൈസ്, അപ്പൊ ഇങ്ങനെ ബംഗുവും കണ്ട് നമുക്ക് ഹിബാനിയും യാരനെയാണ് കാണിപ്പിക്കാനുള്ളത് നാളെ പോയിട്ട്. ഓക്കെ, അപ്പൊ താഴെ നമ്മളെ ക്യാമറമാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യാമറമാൻ്റെ റിയാക്ഷൻ ഒന്നും എടുക്കാതെ ഞാൻ കുറേ ദിവസമായി അയക്കുന്നത്. ഇന്നാണ് വന്നത്. അപ്പൊ നമുക്ക് മൊട്ട റിയാക്ഷൻ ഫ്രം ക്യാമറമാൻ ഒന്ന് നോക്കി നോക്കാം. ഇന്ന് രാവിലെ എത്തിയിട്ടുള്ളൂ. നോക്കി നോക്കാം. എന്താ ഗൈസ്, ഇവരുടെ റിയാക്ഷൻ നമുക്ക് നോക്കി നോക്കാം. നോക്കിയോ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? മാമേ, ഇത് ഏത് പാട്ടാണോ വെച്ചിട്ട്? ചെക്കൻ ഗൈസ് ആദിവാസിന്റെ പഴയ പാട്ടൊക്കെ വെച്ചിവിടെ കുത്തിരിക്കുക, വർക്കൊക്കെ ചെയ്തിട്ട്. ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഹിബക്കും യാരക്കും മുടീൻ്റെ റിയാക്ഷൻ കാണിച്ചു കൊടുക്കാൻ പോകട്ടെ, മൊട്ട റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ദിവസം സുഖമില്ലാണ്ടൊക്കെ കിടന്നുപോയി. ഓ നോക്കൂ, പ്രകൃതിദത്തമായ സ്ഥലം കണ്ടല്ലോ. അപ്പോൾ നമ്മൾ മലപ്പുറത്തേക്ക് പോവുകയാണ് ഗൈസ്. ഹിബയുടെ നാടായിട്ടുള്ള അരീക്കോട് മലപ്പുറം പോവാണ്. അപ്പോൾ എന്തായാലും നല്ല മഴയൊക്കെ പെയ്യാൻ തുടങ്ങി കേട്ടോ. ഞാൻ വന്നതിൻ്റെ ഐശ്വര്യം തോന്നുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ. ആഹാ ഗൈസ്, മനോഹരമായ സ്ഥലമായിട്ടോ അത്. നല്ല രസമുള്ള സ്ഥലം കാണാൻ, അടിപൊളി. എനിക്ക് എൻ്റെ ഒരു ഇതെന്താ വെച്ചാല് നമ്മളെ യാരമോൾക്ക് ഇന്നെ മനസ്സിലാവുമെന്നാണ് ഗൈസ്. മൊട്ടടിച്ചാൽ മനസ്സിലാവുമെന്നാണ് എൻ്റെ സംശയം. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഞാനിപ്പോൾ ഒരു വാവനെ കണ്ടിട്ട് ഒരു 3-4 ദിവസമായിട്ടോ. ഞാൻ കുറച്ച് ജലദോഷത്തൊക്കെ അതിനെ കൊണ്ട് വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്തു. അപ്പം ഇനി എന്തായാലും ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ ഹിബയുടെ വീട്ടിലെത്തി. ഹിബക്ക് അറിയില്ല കേട്ടോ ഞാൻ വരുന്നേ. നമുക്ക് എന്തായാലും പുറത്തേക്ക് വിളിക്കാം. ഹിബ റിങ്ങയുണ്ട്. ഓക്കെ, എവിടെ? ഞാനപ്പ അങ്ങോട്ട് വരാട്ടോ. അയ്യേ, ഇതാരത്?
കഴുത എന്താ കഴുത കഴുത അവിടെ എന്തൊക്കെയോ കളിച്ചിരിക്കാട്ടോ. എന്തായാലും പോയി നമുക്ക് സർപ്രൈസ് ചെയ്യാം. മുട്ട കണ്ടിട്ടുള്ള റിയാക്ഷൻ നോക്കാം. ഓക്കെ എന്തേ ചായയും ചിപ്സും അല്ല കാണണ്ടേ മുട്ട. ഗൈസ് എല്ലാരും മനസ്സിലാക്കി. നല്ല കേരള ചിപ്സ്. ചായ എവിടെ? ഒരു പോലീസ് സർജന്റ് സത്യം എഴുതി ഇന്നെ കൊല്ലാനുള്ള പ്ലാനിങ് അല്ല എനിക്ക്. പോലീസ് സർജന്റ് സാധനമൊക്കെ വായിക്കുന്നത് പിന്നെ തട്ടുള്ള പരിപാടിയാ. എനിക്ക് എന്തെങ്കിലും പറ്റിയില്ല അതിന്റെ ഉത്തരവാദി ഇവളെ തന്നെ കേട്ടോ, ഉറപ്പാ. ഇവിടെ വല്ല എന്തെങ്കിലും പെനിസിലിന് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, തട്ടിപ്പോയാൽ പോലും അറിയില്ല അത് ഉള്ളിൽ ചെന്നിട്ടാണ്. അതൊക്കെ പരിപാടി നോക്കാൻ വേണ്ടി പഠിച്ചാണ്. കൊട്ടാണിയാണോ അവിടെ ഇവിടെ? നോക്ക് 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 ഏണ്ട് അടിപൊളിയല്ലേ? വാസോണനാ ഗൈസ്. എങ്ങനെയുണ്ട് ഹിബ? ഇഷ്ടപ്പെട്ടോ? എന്നാലും ഈ പറയ് അങ്ങനെയുണ്ട്. ഫാദുവാസിൽ അടിച്ച അടിപൊളി. നമ്മൾ അടിച്ചാലും ലോക്കലല്ലേ? ഗൈസ് നമുക്ക് യാരിന്റെ റിയാക്ഷൻ എടുക്കേണ്ടതാണ്. ഓക്കെ യാരോ ഗൈസ് യാരിന്റെ റിയാക്ഷൻ എടുക്കാം. ഞാൻ ഇവിടെ ഇരിക്കട്ടോ. ഓക്കെ അപ്പൊ കളിപ്പിക്കുമ്പോ ചിരിക്കണ നോക്കിയോളെ. കുട്ടിയോട് പപ്പല്ലേ നേരെ ഇരുത്തോളാം, നേരെ ഇരുത്ത്. പാദസരൊക്കെ ഇട്ട് ഇരിക്കുക. ഗൈസ് ഇതിന്റെ മുട്ടക്ക് മുട്ട അടിച്ചത് എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? ചുണ്ടടിച്ചെടുത്ത അടിപൊളിയായിരിക്കില്ലേ? ഗൈസ് ഞാൻ പൊക്കാൻ പോവാട്ടോ. ഇനി റിയാക്ഷങ്ങൾ നോക്കിക്കോളിയേ. മനസ്സിലായോ? എടാ ഗൈസ് ചിരിക്കുന്നില്ല. വാ 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 വാ. യാരാ ഒരു ഇതില്ല കേട്ടോ, നോക്കിക്കേ. മനസ്സിലായി? വാപ്പി മോള് മൊട്ടടിച്ചതാ. വാപ്പി മോള് മൊട്ടടിച്ചതാ. ഒപ്പന അടിച്ചതാ. ഒപ്പന മൊട്ടടിച്ചതാ. ഓളെ കാണാൻ എന്ത് ഭംഗിയുണ്ടോ? രസമില്ല. ആർക്ക് പപ്പനെ മനസ്സിലാവണില്ല, ഇഷ്ടപ്പെട്ടിട്ടില്ല. മൊട്ട അടിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല മൊട്ട അടിച്ചിട്ട്. എന്താ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കുട്ടിക്ക് പേടിയാവുണ്ടാവും കണ്ടിട്ട്. മൊട്ട റിയാക്ഷൻ അല്ല മറ്റൊരു ബാർബറിനെ അപ്പൊ എന്തായാലും ഇന്റെ മുട്ട റിയാക്ഷൻ ഒക്കെ, ഇന്റെ മുട്ട അടിച്ച റിയാക്ഷൻ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടമായില്ലേ അല്ലെ? നല്ല പൊട്ടനാവല്ലേ കാണാൻ അല്ലേ? ഇടക്കൊക്കെ ഹിബക്ക് ഭയങ്കര അസൂയ ഗൈസ്, എനിക്ക് ലുക്ക് കൂടിയേന്. അതിനെ കൂടി ഞാൻ പൊട്ടനെ പോലെ നടക്കാന്ന് വിചാരിച്ചു. അത് മാത്രല്ല നല്ല സുഖം ഉണ്ട് കേട്ടോ. നല്ല കുളിക്കുമ്പോഴൊക്കെ നല്ല സുഖം. അപ്പൊ ഒരു ദിവസം 3 നേരമൊക്കെ കുളിക്കും. അടിപൊളിയാ, നല്ല രസമാണ്. അതിനോണ്ടാണ് ഇതെങ്ങനെ എടുക്കണേ?
എന്താ പ്രശ്നമുണ്ടോ? കാണാൻ വയ്യ മുട്ട, അതുകൊണ്ട് തിരിഞ്ഞെടുക്കാൻ. ഇന്റെ മോൾക്ക് വേണ്ടിട്ട് ഞാൻ മുട്ട അടിച്ചതാ അല്ലേ? അല്ലേ സത്യം പറഞ്ഞ അപ്പൊ അതിനല്ലേ മുട്ട അടിച്ചത്? ആരൊക്കെ വേണ്ടി പപ്പ മുട്ട അടിച്ചേട്ടാ? കണ്ടോ ചിരിക്കണോ? ഇപ്പൊ എങ്ങനെയുണ്ട് നോക്ക്. ആഹാ എന്താ ലുക്ക് ഇപ്പൊ കാണാൻ. നോക്കിയ പപ്പിയും മോളും മുട്ട അല്ലേ? അപ്പൊ എന്തായാലും ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന മുട്ട വീഡിയോന്റെ റിയാക്ഷൻ എന്താണെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം അല്ലേ? ഇനി മുടി വരാനൊക്കെ കുറേ സമയം എടുക്കും. വയസ്സായി ഗൈസ്, മുടിയൊക്കെ ഫുള്ള് കൊഴിഞ്ഞു പോകാൻ തുടങ്ങി അല്ല ഹിന? ഓയില് വെച്ചുള്ള മസാജ് ഒക്കെ നിക്കുവല്ലോ. അത് മാത്രമേ ഉള്ളൂ. എന്നാ ശരിട്ടോ യാരാ, പപ്പ പോവാണേ. ബൈ ബൈ. യെസ് ഗൈസ്, അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്ന ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിക്കാം അല്ലേ? അടുത്ത വീഡിയോ ബൈ ബൈ.